എൻ്റെ മക്കളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ മക്കളെ ഈ വീര്യത്തിന് മുമ്പ് കൊണ്ടുവന്നതല്ല, സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് എൻ്റെ മക്കൾ. എനിക്ക് ക്ഷമിക്കുക മക്കളെ. എന്തെങ്കിലും നമുക്ക് നല്ലത് വെച്ചിട്ടുണ്ടാവും. എൻ്റെ പേര് നസീമാണ്. എനിക്ക് 3 മക്കളാണ്. ഞാൻ ഒരു ടൈലർ പണി എടുത്തിട്ടാണ് മക്കളെ ഇത്ര കൊല്ലം നോക്കി. എൻ്റെ ഫാമിലി കുറെ പെൺപിള്ളേർക്കും പഠിപ്പിച്ചുകൊണ്ടും എൻ്റെ മക്കളെ നോക്കുമ്പോൾ നല്ല പഠിപ്പിച്ച്. അവൾ നഴ്സിംഗ് പഠിക്കുന്നു. അവളൊരു കമ്പനിയിൽ പണിയിട്ടുണ്ടായി. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 1 കൊല്ലമായി ഗർഭാശയ ക്യാൻസറായിട്ട് 1 കൊല്ലം ട്രീറ്റ്മെൻറ്റിലായി. കീമോ എത്തില്ല. കുറേ ചിലവാക്കി. 1 കൊല്ലം കുറേ ഹോസ്പിറ്റലിലെ ബാക്കി കുറേ ചിലവാക്കി. എൻ്റെ മോളും 25,000 ശമ്പളത്തിന് കമ്പനി പ്രസ്റ്റീജ് കമ്പനിയിൽ പണിക്കുന്ന ജോലിക്കുണ്ടായി. അത് വിട്ടിട്ട് ഇപ്പോൾ വന്നിട്ട് 5,000 രൂപ കുറേ സ്കിൻ ഫാക്ടറിയിൽ മാസത്തിന് എടുക്കുന്നു. എല്ലാം തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ആറൊരു കട മേടിച്ച് 6 കട മേടിച്ച് എങ്ങനെ ഇനി നമ്മൾ പണിയെടുത്തിട്ട് തീർപ്പിക്കാന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ്. എന്തൊന്നുമില്ല. വീട് വെക്കാൻ ആരെ മുന്നിൽ കൈ നീട്ടാൻ വെള്ളം പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ നല്ലോണം പഠിപ്പിച്ചു. എന്തെല്ലോ ചെയ്തു. ആരെ മുന്നിൽ കൈ നീട്ടാൻ വെള്ളം പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ നല്ലോണം പഠിപ്പിച്ചു. നന്മയാർന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പ്ലീസ് ഈ വീഡിയോ നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ നിന്ന് ഒരു 2 മിനിറ്റ് നിങ്ങൾ കാണണം. വല്ലാത്തൊരവസ്ഥയാണ് ഈ ഉമ്മയുടെയും ഈ മക്കളുടെയും. മാരകമായ ക്യാൻസർ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുക. ആദ്യം ഈ ഉമ്മാക്ക് ഗർഭകോശത്തിന് ക്യാൻസർ ബാധിച്ചു. ആരുടെ മുമ്പിലും തന്റെ മക്കളുമായി വന്ന് കൈനീട്ടാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ ഉമ്മ പല ആളുകളെടുത്തുനിന്നും പലിശക്കും ഒക്കെ കടം മാടിച്ചിട്ട് ചികിത്സ നടത്തി. അങ്ങനെ ഗർഭകോശം ക്യാൻസറൊക്കെ മാറിയെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഈ മക്കളുമായി വീട്ടിൽ വന്ന് ടൈലർ ജോലി എടുത്ത് കടം വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ വീണ്ടും അതാ ഈ ഉമ്മാക്ക് ബ്രസ്റ്റിലേക്ക് ക്യാൻസർ വന്നിരിക്കുക. ഇന്ന് ശരീരത്തിന്റെ